നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂസിലാൻഡുമായുള്ള ഏകദിന പരമ്പരയ്ക്ക് ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രുദ്രാജ് ഗെയ്ക്വാദ്, അതുപോലെ മുഹമ്മദ് ഷമിയെ സ്ക്വാഡിലേക്ക് എടുക്കും എന്ന തരത്തിൽ വാർത്തകളുണ്ടായിരുന്നെങ്കിലും അദ്ദേഹവും പുറത്താണ്. ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റനായിട്ട് സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഋഷഭ് പന്ത് സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് മടങ്ങിയെത്തിയിട്ടുണ്ട്. സിറാജ് ഈസ് ഓൾസോ ബാക്ക്. ഇതാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മളേതായാലും ഇന്ത്യയുടെ ഈ ഒരു സ്ക്വാഡ് നോക്കുകയാണ്. സ്ക്വാഡിലുള്ളത് ശുഭ്മൻ ഗിൽ ക്യാപ്റ്റൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രാഹുൽ, ശ്രേയസ് അയ്യർ, വാഷിംഗ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ്, ഹർഷിത് റാണ, പ്രസിദ്ധ് കൃഷ്ണ, കുൽദീപ് യാദവ്, ഋഷഭ് പന്ത്, നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷ്ദീപ് സിംഗ്, യശസ്വി ജയ്സ്വാൾ എന്നിവരാണ്. ഇതിൽ ശ്രേയസ് അയ്യരുടെ കാര്യത്തിൽ അവൈലബിലിറ്റി സബ്ജക്റ്റ് ടു ഫിറ്റ്നസ് ക്ലിയറൻസ് ഫ്രം BCCI COE എന്ന് പറയുന്നുണ്ട്. അതായത് സെൻറ്റർ ഓഫ് എക്സലൻസിൽ നിന്ന് ക്ലിയറൻസ് കിട്ടുന്ന അനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി. പിന്നെ ഹാർദിക് പാണ്ഡ്യയെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തത് അദ്ദേഹത്തിന് ഒരു മത്സരത്തിൽ 10 ഓവർ ബൗൾ ചെയ്യാനുള്ള ക്ലിയറൻസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ICC മെൻസ് T20 വേൾഡ് കപ്പിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തത് എന്നും BCCI ഒഫീഷ്യലി അറിയിക്കുന്നുണ്ട്. 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയാണ്. ആദ്യ മത്സരം ജനുവരി 11 വഡോദരയിൽ, രണ്ടാമത്തെ മത്സരം ജനുവരി 14 രാജ്കോട്ടിൽ, മൂന്നാമത്തെ മത്സരം ജനുവരി 18 ഇൻഡോറിൽ. ഇതാണ് മത്സരങ്ങളുടെ ഷെഡ്യൂൾ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.